ഒരു ജനത മുഴുവൻ ഒരു പ്രതീക്ഷയിലാണ്, ഒരു നാട് മുഴുവൻ അതിജീവനത്തിലാണ്. ഈ ആളുകളോടൊക്കെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ യാഥാർത്ഥ്യത്തെ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. ആ മുറിവ് അവർക്ക് ഏറ്റിട്ടുണ്ട്. അതിനെ മറച്ചു വെക്കാതെ തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിജീവിക്കണം എന്നുള്ള വാക്കുകളാണ് പലരുടെയും വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാവുന്നത്. അപ്പോൾ അത്തരത്തിൽ അതിജീവനത്തിൻ്റെ പാതയിലാണ് നാട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷയുണ്ട്. ഈ അപകടത്തിന് ഇരയായ അരുണിനെയും അനിലിനെയൊക്കെ നമ്മൾ പോയി കണ്ടപ്പോൾ അവരുടെയൊക്കെ വാക്കുകളിൽ വല്ലാത്തൊരു ഊർജ്ജമുണ്ട്, ഒരു മടങ്ങിവരവിനെ സൂചിപ്പിക്കുകയാണ് അതൊക്കെ. അപ്പോൾ ഇന്ന് ഈ ഒരു മനുഷ്യരുടെയും അത് ഏറെക്കുറെ വേദന ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. ഒരു 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കൂടി വീണ്ടും ഈ ചുരൽമലയിലേക്ക് എത്തുമ്പോൾ ആ കാഴ്ച തന്നെ, ഈ പുഞ്ചിരിവട്ടത്തിൻ്റെയൊക്കെ ആ ഉറവിട കേന്ദ്രത്തിൻ്റെ ആ ഒരു ഉത്ഭവസ്ഥാനത്തിൻ്റെ ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഇപ്പോഴും അതൊരു വേദന ഉണ്ടാക്കുന്നതാണ്. ഈ സ്കൂളിൻ്റെ ഒക്കെ ഇപ്പോൾ കാണുമ്പോൾ, ഈ വെള്ളാർമല സ്കൂളൊക്കെ കാണുമ്പോൾ ആ മാഷിൻ്റെ വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ള വേദനകളുടെ അവശേഷിപ്പായി അത് എപ്പോഴും തുടരുന്നുണ്ട്. എപ്പോഴും ഈ ആദ്യ ദിനം തന്നെ ഈ ക്യാമ്പുകളിലൊക്കെ എത്തിയപ്പോൾ കണ്ട കുറച്ച് മനുഷ്യരുണ്ട്. അവരിപ്പോഴും ഒരു പ്രതീക്ഷയിലാണ്, അവരും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു അവസാന ഒരു ക്ലൂ എങ്കിലും വേണം എന്നുള്ളതാണ്. അവരുടെ ഉറ്റവരെയൊക്കെ എവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ട്, അതൊരു തിരിച്ചറിയണം, അറിയാതെ പോകരുത്, ഒന്നും ഒരു ഉത്തരമില്ലാതെ പോകരുത് ഒക്കെ എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരാണ്. ഇപ്പോഴും 194 പേര് ആ പുത്തുമലയിൽ അന്തി ഉറങ്ങുന്നവർ തിരിച്ചറിയാതെ പോയവരാണ്. അവരുടെയൊക്കെ DNA പരിശോധന വരുമ്പോഴെങ്കിലും കൂടുതൽ പേരെ തിരിച്ചറിയാൻ സാധിക്കണം എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ആ വേദനയോടെ തന്നെ നമുക്ക് ആ പോസിറ്റീവ് ആവണം, അതിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി തന്നെ ഒപ്പം എത്തി, രാജ്യം ഒപ്പമുണ്ട് എന്നുള്ളൊരു സന്ദേശമൊക്കെ നൽകുന്നുണ്ട്. അപ്പോഴും നമുക്കിനി സഹായങ്ങളുടെ പാക്കേജിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട് എന്നുള്ള അത്തരത്തിലുള്ള സാങ്കേതികമായ കാര്യങ്ങളൊക്കെ മറുഭാഗത്തുണ്ട്. എങ്കിലും നമുക്ക് ഇനി വേണ്ടത് അതിജീവനം തന്നെയാണ്. അതിജീവനം എന്ന വാക്ക് തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ നമ്മൾക്ക് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ്. ആദ്യ ദിനങ്ങളിലേത് ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു, ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു. ആ യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഈ ദൃശ്യത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. ഈ ചൂരൽമലയൊക്കെ ഇപ്പോൾ കൂടി ഈ വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത്തരത്തിൽ ഇവിടുത്തെ ആളുകളുടെയൊക്കെ പ്രദേശവാസികളുടെയൊക്കെ പ്രതികരണം ഇപ്പോഴും മൊബൈലിലൊക്കെ എനിക്ക് ഒരു ദൃശ്യമൊക്കെ കാണിച്ചു തന്നു. അന്ന് ഇങ്ങനെയായിരുന്നു ഞങ്ങളെ സ്ഥലം, അന്ന് ഇവിടെയൊക്കെ ഞങ്ങൾ പോയിരുന്നു, ഇങ്ങനെയായിരുന്നു. ഒരു ടൂർ ഓപ്പറേറ്ററൊക്കെ ആയിട്ട് ഞാനിപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ചായിരുന്നു. അവർക്കൊക്കെ പറയാൻ ആ നാടിൻ്റെ മനോഹാരിതയെക്കുറിച്ച് അഭിമാനം കൊണ്ടവരാണ്. അങ്ങനെ അത്തരത്തിലുള്ള നാട്ടുകാരുണ്ട്, അവരുടെയൊക്കെ പ്രതീക്ഷയാണ്. ഇതാ മാതൃഭൂമി ന്യൂസ് സംഘത്തിനൊപ്പം തുടക്കം മുതലുണ്ടായിരുന്ന അജയൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്ന് ഈ ജനകീയ തെരച്ചിൽ ആളുകളൊക്കെ ഇതൊരു പ്രതീക്ഷയാണല്ലോ, എപ്പോഴും അവശേഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷ എന്നുള്ളതാണ്. അതെ. അതായത് തുടക്കം മുതൽ മാതൃഭൂമി ടീമിൻ്റെ കൂടെയും സന്നദ്ധ സേവാ സംഘടനകളുടെ കൂടെയൊക്കെ പ്രഭവ കേന്ദ്രമായ വെള്ളൊലിപ്പാറ മുതൽ സൂചിപ്പാറയുടെ താഴ്വാരങ്ങൾ വരെ പോയ ഒരാളെന്ന നിലയ്ക്ക് മുകളിൽ മുതൽ താഴെ സൂചിപ്പാറ വരെയുള്ള, നമ്മളിപ്പോൾ ഏറ്റവും അടുത്തായിട്ട് വരുന്നത് നമുക്ക് മറ്റേ വെള്ളരിമല വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്താണ് ഏറ്റവും കൂടുതൽ JCB ഉപയോഗിച്ചിട്ട് ഏറ്റവും മുകൾ മുതൽ താഴെ വരെയുള്ള ഫുൾ പരിശോധന കഴിഞ്ഞതാണ്. അവിടെയൊന്നും നമുക്ക് ഈ ഒരു സമീപ ടൈമുകളിലൊന്നും നമുക്ക് ഇതിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവശിഷ്ടം പോലും കിട്ടിയിട്ടില്ല. പിന്നീട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് തീരെയില്ല. ഇപ്പോൾ ജനകീയ തെരച്ചിൽ 2 ദിവസം മുന്നേ നടന്നതുമാണ്. അന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ആ പ്രദേശങ്ങളിലൊക്കെ തെരഞ്ഞിട്ടും അതായത് എല്ലാ ഭാഗങ്ങളും JCBയുടെ കരങ്ങൾ തട്ടിപ്പോയതാണ്. അതുകൊണ്ട് ഇനി ഉണ്ടോ എന്നുള്ളത്, ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ സൂചിപ്പാറയുടെ ആ അടിഭാഗത്താണ് ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതെ. പക്ഷേ ഈ പരിമിതികളുണ്ട്, ഈ സാഹചര്യമൊക്കെ നമുക്കറിയാം. ഇത്തരത്തിൽ 12 ദിനങ്ങൾ കഴിഞ്ഞു. അപ്പോൾ എങ്കിലും ആ ഒരു പ്രതീക്ഷയൊക്കെ അവരിലുണ്ട്. ഈ ആളുകളൊക്കെ എത്തുമ്പോഴും അവർ പറയുന്നത് അതാണ്. അപ്പോൾ ഈ ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുന്നതിലൊക്കെ ഒരു പരിമിതിയുണ്ട്, എങ്കിൽ പോലും നമ്മളൊരു സാഹചര്യം അതാണല്ലേ. പക്ഷേ പൂർണ്ണമായിട്ടും നമുക്ക് അപകടം സംഭവിച്ചത് മുതലുള്ള നമുക്ക് കിട്ടിയ ഓരോ ബോഡികളും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ലെവലിൽ, അതായത് തുടക്കം നമ്മൾ എന്തെങ്കിലും ഒരു അപകടം നടക്കുമ്പോൾ ആ നിമിഷത്തിൽ കിട്ടുന്ന ബോഡി നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് എൻ്റെ കുടുംബക്കാരുടേതാണെന്ന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടുന്ന് കിട്ടിയ ഓരോ ബോഡികളും അതിൻ്റെയൊക്കെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്കത് നോക്കിയിട്ട് ഇത് ആരെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലാണ്. പക്ഷേ ഈ 12 ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ തിരയുമ്പോൾ എങ്ങനെ തിരിച്ചറിയും എന്ന് പോലും അറിയില്ല. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നും നമ്മുടെ ഒരു തെരച്ചിൽ അങ്ങനെ തന്നെ ആയിരിക്കും. 6 സോണുകളിലായിരിക്കും അല്ലേ? സോണിലായിരിക്കും. അത് ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളിലൊക്കെയാണ് പ്രധാനമായും വില്ലേജ് ഓഫീസ് പരിസരം. ഇവിടെ വരെ നമുക്ക് പൂർണ്ണമായിട്ട് തിരയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൂചിപ്പാറയുടെ അടിവാശത്തേക്കാണ് പോകുന്നത്. അവിടെയൊക്കെ നമുക്ക് സാധാരണ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അത് റെസ്ക്യൂ ടീമിനും പട്ടാളക്കാർക്കോ അത് ഡിഫൻസിനൊക്കെ ഇത് പോയി എത്താൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു പരിമിതി. എഫക്റ്റഡ് ഏരിയയിലുള്ള 6 സോണുകളാണ് നമുക്ക് ഇപ്പോൾ പരിശോധിക്കുക. സാധാരണ ജനങ്ങൾക്ക് എത്തിപ്പെട്ട് പരിശോധിക്കാൻ പറ്റുന്നത് ഈ ഒരു സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ.
അതെ, അജയൻ ഈ നാട്ടുകാരനാണ്, ഈ ഭൂപ്രകൃതിയൊക്കെ നന്നായി വശമുള്ള ആളാണ്. അപ്പോൾ ഈ 6 മേഖല എന്ന് പറയുന്നത് ഈ മുണ്ടക്കൈ ചൂരൽമലയിലെ പ്രധാനപ്പെട്ട മേഖലകളാണ്. അപ്പം തന്നെ ഈ സൂചിപ്പാറ ഉൾപ്പെടെയുള്ള ചാലിയാറിൻ്റെ മേഖലകളിലൊക്കെ നിരവധി മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ ദിനംപ്രതി കണ്ടെത്തുന്നതും കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു മേഖലയിലെ 6 സോണായി വിഭജിച്ചിട്ടുള്ള അവിടെ ഇപ്പോൾ ഈ ജനകീയ തെരച്ചിൽ എന്തായാലും നടക്കുന്നത്. ഒരു പ്രതീക്ഷ പറ്റാത്ത മനുഷ്യരുണ്ട്. ഇപ്പോഴും എന്തെങ്കിലും ഒരു സൂചന ലഭിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു ജനകീയ തെരച്ചിൽ എന്തായാലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ 9 മണിയോടുകൂടി രജിസ്ട്രേഷൻ എത്തുന്ന ആളുകളെയാണ് തെരച്ചിലിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. 9 മണിക്ക് ശേഷത്തോടു കൂടി ഈ ഒരു മേഖലകളിലായി തെരച്ചിൽ ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. പൂജ.